റോഡിലെ ചെറിയ തർക്കങ്ങളുടെ പേരിൽ പോലും അതിക്രൂരമായ കൊലപാതകങ്ങൾ നടക്കുന്ന കാലമാണിത്. രാസലഹരിയിൽ മയങ്ങിയ യുവത്വത്തിന്റെ ചോരക്കളികൾ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലാണ്. ഈ കെട്ടകാലത്ത് സംരക്ഷണത്തിനായി സാധാരണക്കാർ പ്രതീക്ഷയോടെ നോക്കുന്നത് പോലീസിനെയാണ്. എന്നാൽ കാക്കിയിട്ടവർ ഗുണ്ടകളെ വെല്ലുന്ന കുറ്റവാളികളായാലോ? ഗുണ്ട മാഫിയ ബന്ധത്തിന്റെ പേരിൽ 25ലധികം പോലീസുകാരെ സമീപ വർഷങ്ങളിലായി കേരള പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടതായാണ് കണക്ക്. ഈ പട്ടികയിൽ ഊഴങ്കാത്ത് ഇനിയും 30ലധികം പേരുണ്ട്. 1000ഓളം പോലീസുകാർക്ക് കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തമോ മാഫിയ ബന്ധമോ ഉള്ളതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊച്ചിയിൽ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തതോടെ പോലീസ് ഗുണ്ടാ ബന്ധത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി MG സാബുവിൻ്റേത് ഗുരുതരമായ അച്ചടക്കലംഘനമെന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിലയിരുത്തൽ. സാബു പോലീസ് സേനയ്ക്ക് കളങ്കം വരുത്തിയെന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൽ പറയുന്നു. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുന്ന സാബുവിന് നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. അതേസമയം പോലീസിന് നൽകിയ വിരുന്നോടെ കൊച്ചിയിലെ ഗുണ്ടാ സംഘം കൂടുതൽ കുപ്രസിദ്ധി ആർജിക്കുകയാണ്. റീൽസ് ഇറക്കി യുവാക്കളെ ആകർഷിച്ചിരുന്ന ഗുണ്ടാ നേതാക്കൾ ഈ സാഹചര്യവും അനുകൂലമാക്കാൻ ശ്രമിക്കുമെന്നാണ് ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പാണ് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. സാബുവിന്റെ നടപടി പോലീസ് സേനയുടെയും സർക്കാരിന്റെയും സൽപ്പേരിന് കളങ്കം വരുത്തിയെന്ന ഉത്തരവിൽ പറയുന്നു. ഈ മാസം 31-നാണ് ഡിവൈഎസ്പി സാബു സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയിരുന്ന സാബുവിന് നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കിയിട്ടുണ്ട്. പരിപാടിക്കായി തയ്യാറാക്കിയിരുന്ന പന്തലും ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ നിന്ന് അഴിച്ചുമാറ്റി. തമ്മനം ഫൈസലിന്റെ വീട്ടിൽ അങ്കമാലി പോലീസ് എത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചതായി വ്യക്തമായിരുന്നു. വിരുന്നിൽ പങ്കെടുത്ത പോലീസുകാരെ നേരത്തെ സസ്പെൻഡ് ചെയ്തു. 3 പോലീസുകാർക്കെതിരെയും കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകും. ഡിവൈഎസ്പിയുടെ സസ്പെൻഷനോടെ സമൂഹ മാധ്യമങ്ങളിൽ തമ്മനം ഫൈസലിന്റെ കുപ്രസിദ്ധി വർദ്ധിച്ചതായാണ് വിവരം. ഒരു കൊട്ടേഷനും എടുക്കാറില്ലെന്നും പണിയെടുത്ത് ജീവിക്കുന്നയാളാണ് താനെന്നുമാണ് ഫൈസൽ അവകാശപ്പെടുന്നത്. നിലവിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ 5ഓളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. 2021-ൽ മറ്റൊരു ഗുണ്ടാ നേതാവ് മരടനീഷിന്റെ സംഘാംഗമായ ജോണി ആന്റണിയെ നഗ്നനാക്കി കെട്ടിയിട്ട് മർദ്ദിച്ച കേസാണ് ഒടുവിലുള്ളത്. അടുത്തിടെ മമ്മൂട്ടിയുടെ ടർബോ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ ആലുവയിൽ ഒത്തുകൂടി ആഘോഷം നടത്തിയിരുന്നു. കൊച്ചി നഗരത്തിൽ അടക്കം ശുചിമുറി മാലിന്യം ശേഖരിക്കുന്ന വണ്ടികൾ ഫൈസലിനുണ്ട്. MJ ഫൈസൽ എന്നാണ് തമ്മനം ഫൈസലിന്റെ മുഴുവൻ പേര്. ജോർജ് എന്നും വിളിപ്പേരുണ്ട്. തമ്മനം ഷാജി, ബായി നസീർ, മരടനീഷ് എന്നിവരായിരുന്നു കൊച്ചിയിലെ ഗുണ്ടാ മേഖലയെ അടുത്ത കാലത്ത് നിയന്ത്രിച്ചവർ. ഷാജിയും വൃക്കകൾ തകരാറിലായ ബായി നസീറും ഇപ്പോൾ സജീവമല്ല. ജയിലിൽ വെച്ച് വധശ്രമം നേരിട്ട അനീഷ ജാമ്യത്തിൽ പുറത്തുണ്ട്. പെരുമ്പാവൂർ അനസ് ദുബായിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾ മുതലെടുത്ത കൂടുതൽ ശക്തനാകാനുള്ള ശ്രമം ഫൈസൽ നടത്തുന്നതിനിടെയാണ് വിവാദമായ പോലീസ് വിരുന്ന്. ഇതും അനുകൂലമാക്കാൻ ഗുണ്ടാ സംഘം ശ്രമിക്കുന്നുവെന്ന സംശയം പോലീസിനുണ്ട്. ന്യൂസ് 18 കൊച്ചി.